കോൺസിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 54-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരാധനക്രമം എന്ന പ്രമാണരേഖയിൽ നമ്മൾ കണ്ടെത്തുന്ന മാതൃഭാഷയുടെ ഉപയോഗവും അനുരൂപണവും എന്ന വിഷയമാണ്. പണ്ടൊക്കെ ആരാധനക്രമം അനുഷ്ഠിച്ചിരുന്നത് ലത്തീൻ ഭാഷയിലോ ഗ്രീക്ക് ഭാഷയിലോ സുറിയാനി ഭാഷയിലോ ഒക്കെ ആയിരുന്നുവെങ്കിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം മാതൃഭാഷയിൽ ആരാധനക്രമം അനുഷ്ഠിക്കാനും അർപ്പിക്കാനും വിശ്വാസികളും പുരോഹിതരും മെത്രാന്മാരും ആരംഭിച്ചു. അതുവഴി ആരാധനക്രമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് പുരാതന ഭാഷകൾ അറിയത്തില്ലാത്തവർക്കും എളുപ്പമായി. മാത്രമല്ല, ആരാധനക്രമം മാതൃഭാഷയിൽ അനുഷ്ഠിച്ചപ്പോൾ ആരാധനക്രമ ഗീതങ്ങളും മാതൃഭാഷയിലായി. എന്നാൽ ചിലപ്പോഴൊക്കെ ലത്തീനിലോ സുറിയാനിലോ ഗ്രീക്കിലോ ഒക്കെ ഗീതങ്ങൾ ആലപിക്കുന്ന രീതികൾ തുടർന്നു. ഒരു ഗീതങ്ങളിലൂടെ നമുക്ക് ദൈവാനുഭവത്തിലേക്ക് വളരാനായിട്ട് ആ മെലഡി ഒരു പരിധിവരെ സഹായിക്കും. അർത്ഥം മനസ്സിലായില്ലെങ്കിലും മനസ്സിലായാൽ നല്ലത്. എന്നാൽ ആ ഗീതങ്ങൾ തുടരുന്ന ഒരു പതിവ് തുടർന്നു. എന്നാൽ പ്രാർത്ഥനകളൊക്കെ മാതൃഭാഷകളായിരുന്നു. മാതൃഭാഷയിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഓരോ ദേശത്തിനും സംസ്കാരത്തിനും ഉതകുന്ന കാര്യങ്ങളൊക്കെ ആരാധനക്രമത്തിൽ അനുരൂപിക്കാനായിട്ട്, അനുരൂപണമെന്ന ആശയം അനുരൂപിക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലെ കല, സംസ്കാരം, അവയോടൊക്കെ അനുബന്ധിക്കുന്ന ചേരുന്ന അനുഷ്ഠാന വിധികളും ആരാധനാക്രമത്തിൽ, അത് ഏത് മതത്തിലാണെങ്കിലും കുറേയൊക്കെ അങ്ങനെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ക്രൈസ്തവ കത്തോലിക്ക ആരാധനാക്രമത്തിൽ അനുഷ്ഠാന വിധികളിലുമൊക്കെ അനുരൂപണങ്ങൾ ഉണ്ടായി. മാതൃഭാഷയിൽ സജീവമായ പങ്കാളിത്തത്തോടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ബലി അർപ്പിക്കുക മാത്രമല്ല, എല്ലാവർക്കും പരിചിതമായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. അതുവഴി വിശ്വാസികൾ അവരുടെ ഒരു അർപ്പണമായിട്ട്, കുർബാനയായിട്ട്, അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു അർപ്പണമായിട്ട് ആരാധനാക്രമത്തെ കാണാനായിട്ട് സാധിച്ചു. ആരാധനാക്രമം ജീവിതഗന്ധിയായി ആരാധനാക്രമം അനുദിന ജീവിതത്തോട് ബന്ധപ്പെടുത്താനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ആരാധനാക്രമത്തിൽ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, ചില പ്രാർത്ഥനകളൊക്കെ, ഉദാഹരണത്തിന് കറുസ പ്രാർത്ഥനകൾ, ചില പ്രാർത്ഥനകളൊക്കെ കൂട്ടിച്ചേർക്കാനായിട്ട്, എഴുതി ചേർക്കാനായിട്ട്, ഓരോ അവസരത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. ലത്തീൻ ആരാധനാക്രമത്തിലാണെങ്കിൽ കറുസ പ്രാർത്ഥന മാത്രമല്ല, അവസാന പ്രാർത്ഥന, ആരംഭത്തിലെ പ്രാർത്ഥന, അങ്ങനെ പല പ്രാർത്ഥനകളൊക്കെ എഴുതി പുതിയതായിട്ട് അവസരോചിതമായിട്ട് ചേർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റു ചില റീത്തുകളിലാണെങ്കിൽ അത്രയും സ്വാതന്ത്ര്യമില്ല, എന്നാലും സ്വാതന്ത്ര്യമുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്. ആരാധനാക്രമം ജീവിതഗന്ധിയായി, മനുഷ്യന് മനസ്സിലാകുന്നതായി, മനുഷ്യൻ അനുഭവവേദ്യമായി എന്ന് മാതൃഭാഷയുടെ ഉപയോഗത്തിലൂടെയും അനുരൂപണത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.